കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ വണ്ടിയിലേക്ക് വരുന്നത് കേട്ടോ. ഇതിന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇത് ഏതാ വണ്ടിയെന്ന്. ഇത് ആ വണ്ടിയല്ല, പക്ഷെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒപ്പം പണിയെടുത്ത വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടോളി. ഇന്നത്തെ ഈ വണ്ടിന്റെ ലോഡുകളും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ കൂട്ടുകാർ ഇതിൽ കയറുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ചാടി കയറി ആന്ന് പറഞ്ഞ് വന്നാണ് കേട്ടോ. ഡ്രൈവിംഗ് നമുക്കൊരു ഹരാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കാതെ വേഗം വന്ന് അങ്ങനെ വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൊത്തത്തിലൊന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഇതൊന്ന് കണ്ടത്. മെയിൻ ഗ്ലാസ് ഒക്കെ പൊട്ടിയണേ, അതുമല്ല ഗിയർ നോബിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ മാഞ്ഞു പോയിണേ. അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ലോഡ് സെറ്റായെന്ന് പറഞ്ഞിട്ട് KNRന്റെ കോയിനൂറിലുള്ള യാർഡിലേക്ക് വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇതിന്റെ ഉള്ളിൽ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു വീഡിയോ എടുത്താണിത്. ഇവരെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്. നമ്മളെ ഹെഡ്ലൈറ്റിന് ഒരു ഓട്ട വീണ്. ഇതാണ് ഞാൻ പറഞ്ഞ സെറ്റപ്പ്. ഒരു ഡീസൽ പമ്പ് തന്നെ ഉണ്ട് ഇവിടെ. നമ്മളെ വണ്ടിയിൽ ഡീസൽ കുറവേന്നു. അങ്ങനെ നമ്മളെ വണ്ടിക്ക് ഞാൻ തന്നെ ഡീസൽ ഫുള്ളാക്കണതാണ് ഇത്. അങ്ങനെ ഡീസൽ ഫുള്ളാക്കി ഈ മച്ചാനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ലോഡ് ഇവിടെ അല്ല പുത്തനത്താണിയാണ് എന്ന്. അങ്ങനെ എൻ്റെ അടുത്ത് ഈ ബുക്കും തന്നിട്ട് എന്നെ പറഞ്ഞയച്ച് അങ്ങനെ വണ്ടി കയറി വണ്ടി എടുത്ത് നേരെ വിട്ട് പുത്തനത്താണിക്ക്. ഇതായിരുന്നു നമ്മളെ ആദ്യത്തെ ലോഡ്. നമ്മളെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, കാണാത്തവർക്കാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത്. ഈ ബ്ലോക്കുകളൊക്കെ ഏകദേശം ഇവിടെ ഫുള്ളായിട്ടോ. അവിടുന്ന് നേരെ എത്തിയത് പുത്തനത്താണി ടോൾ പ്ലാസന്റെ അടുത്താണ്. ഇവിടെ വൺ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ആദ്യം ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇവനാണ് ഇവിടുത്തെ മാനേജർ. ഇവനാണ് നമുക്ക് ഇവിടെ ഉള്ള ലോഡൊക്കെ സെറ്റപ്പ് ആക്കി തരുന്നത്. അങ്ങനെ ഈ രണ്ട് മച്ചാമാരാണ് ഇന്നിന്റെ കൂടെ ഉള്ളത്. നമ്മളെ ലോഡ് എന്താന്ന് വെച്ചാൽ സിമെന്റ് ചാക്കും കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും ഉള്ളൂ. ഈ ലോഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ടാറ്റ ഇൻട്രക്കോ എയ്സിനോ ഉള്ളൂ കേട്ടോ. വെറുതെ എടുത്താണ് തോന്നുന്നുണ്ട് നമ്മളെ വണ്ടി. അങ്ങനെ ഓരവിടെ ലോഡ് കയറ്റുമ്പോൾ എനിക്ക് തോന്നി ഈ പ്ലാസന്റെ മേലൊക്കെ ഒന്ന് കയറി വെക്കാലോ എന്ന്. ഇതിന്റെ മേലെ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇതിന്റെ മേലെ എത്തിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. കുറേ ഓഫീസ് റൂമും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ലോഡ് ഫുള്ളായി നിന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഇവരിവിടെ സാധനം ഇറക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞ് വണ്ടി ചെന്ന് ഉറങ്ങിക്കോന്ന്. ഉറക്കം കിട്ടാഞ്ഞപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആണിത്. പിന്നെ ഇവിടുത്തെ പണി കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത ഏരിയക്ക് പോയി. ഇവിടെ ആണെങ്കിൽ നമ്മളെ മാനേജർ മച്ചാനും എത്തിയെന്ന്. നമ്മളെ കാക്കമാരാണെങ്കിൽ ഇവിടെ പണിയെടുക്കാനും തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഞാൻ പിന്നെ ഈ വീഡിയോക്ക് നോക്കിയിട്ട് നമ്മളെ കാക്കനോട് ടാറ്റ തരാനും വേണ്ടി പറഞ്ഞു. പിന്നെ നമ്മളെ മാനേജർ മച്ചാനും ടാറ്റ കൊടുത്ത്. അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞ് ഞാൻ വണ്ടി ആദ്യം എടുത്തോടത്തേക്ക് തന്നെ എത്തിയിട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഒന്ന് ഫോളോ ഇതിൻ്റെ കൂടി നമുക്ക് ഇങ്ങനത്തെ ഓരോ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കാം. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.